കലണ്ടറിൽ നോക്കുമ്പോൾ ഫെബ്രുവരി 23-ാം തീയതിയാണ് ഷഷ്ഠിതിഥി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫെബ്രുവരി 22-ാം തീയതി രാവിലെ 11:09 മുതൽ ഫെബ്രുവരി 23-ാം തീയതി രാവിലെ 9:09 വരെയാണ് ഷഷ്ഠിതിഥി ഉള്ളത്. കേരളത്തിൽ മിക്ക ക്ഷേത്രങ്ങളിലും ഞായറാഴ്ച ഫെബ്രുവരി 22-ാം തീയതിയാണ് ഷഷ്ഠിവ്രതം ആചരിക്കുന്നത്. ചില മുരുകക്ഷേത്രങ്ങളിൽ മാത്രം ഷഷ്ഠിവ്രതം 23-ാം തീയതി ആചരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഫെബ്രുവരി 23-ാം തീയതിയാണ് ഷഷ്ഠി. ഈ മാസത്തെ ഷഷ്ഠിക്ക് ശീതള ഷഷ്ഠി എന്നാണ് പേര്. ക്ഷേത്ര ദർശനം നടത്തി അഭിഷേകവും പൂജകളും ഒക്കെ കണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാം നടത്തിത്തരും. അമ്മമാർ വ്രതമെടുത്ത് മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാനും ആയുസ്സും ആരോഗ്യത്തിനും നല്ല ബുദ്ധികൾ തോന്നാനുമായി, അവർക്ക് പോസിറ്റീവ് ചിന്തകൾ മാത്രം തോന്നാനുമായി പ്രാർത്ഥിക്കൂ. ഭഗവാൻ അതെല്ലാം നടത്തിത്തരും. മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്താൻ സുബ്രഹ്മണ്യ സ്വാമിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അവർ നല്ല രീതിയിൽ വളരാനും നല്ല ബുദ്ധി വരാനും ഒക്കെ ആയി പ്രാർത്ഥിക്കൂ. മരുന്ന് കഴിക്കുന്ന അമ്മമാർ മത്സ്യം, മാംസം ഇവ ഉപേക്ഷിച്ച് ലളിതമായ രീതിയിൽ ആഹാരം കഴിച്ചു വേണം വ്രതമെടുക്കേണ്ടത്. ക്ഷേത്ര ദർശനം നടത്താത്തവർ ഭക്തിയോടുകൂടി മുരുക ഭഗവാനെ നാമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ഭക്തിയാണ് വേണ്ടത്. ക്ഷേത്ര ദർശനം നടത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓം വജൽഭുവേ നമ, ഓം സ്കന്ദായ നമ, ഓം വേലായുധായ നമ തുടങ്ങിയ നാമങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ഫെബ്രുവരി 24-ാം തീയതി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം.